Listen to the stories Jesus told so clear. Parables of wisdom for all who want to hear. Lessons full of love, faith and grace, guiding us to live in His embrace. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും എന്റെ സ്നേഹവന്ദനം. യേശുവിന്റെ ഉപമകൾ എന്ന ധ്യാന പരമ്പരയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ അലീന ബി ജോൺ, കളമശ്ശേരി ഓൾ സെയിൻസ് സഭാംഗമാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നല്ല ചെടികൾക്കിടയിലെ കളകൾ, ദ വീഡ്സ് എമംഗ് ഗുഡ് പ്ലാന്റ്സ് എന്ന ഉപമയെ പറ്റിയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 24 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിൽ ഈ ഉപമ നമുക്ക് കാണുവാൻ കഴിയും. ഈ ഭാഗത്ത് ഗോതമ്പിന്റെയും കളയുടെയും ഉപമയാണ്. ദൈവവചനം പ്രസംഗിക്കുന്നവർ അറിയാതെ ഈ ലോകത്ത് സാത്താനും വിതയ്ക്കുന്നു എന്നതാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. വയൽ ലോകമാണ്, നല്ല വിത്ത് ദൈവരാജ്യത്തിന്റെ വിശ്വസ്തരാണ്. സുവിശേഷവും യഥാർത്ഥ വിശ്വാസികളും ലോകമെങ്ങും നടപ്പെടും. സാത്താനും തന്റെ അനുയായികളായ ദുഷ്ടസന്തതികളെ ദൈവത്തിന്റെ സത്യത്തെ എതിർക്കുന്നതിന് ദൈവജനത്തിന്റെ ഇടയിൽ നടും. സ്വർഗരാജ്യത്തിന്റെ ദൃശ്യരാജ്യത്ത് സാത്താന്റെ ദൂതന്മാർ ചെയ്യുന്ന പ്രധാന ജോലി ദൈവവചനത്തിന്റെ അധികാരത്തെ തകർക്കുക എന്നതാണ്. അനീതിയും ദുരുപദേശങ്ങളും അവർ അതിനുവേണ്ടി ഉപയോഗിക്കുന്നു. വാസ്തവത്തിൽ വ്യാജോപദേഷ്ടാക്കന്മാരായ ഇവർ വിശ്വാസികൾ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ജനത്തെ വഞ്ചിക്കുന്നവരാണ് എന്നാണ് നമ്മുടെ കർത്താവായ ക്രിസ്തു തന്നെ പറയുന്നത്. ക്രിസ്തുവിന്റെ യഥാർത്ഥ വിശ്വാസികളോട് കൂടെ വിശ്വാസികൾ എന്ന് ഭവിച്ചുകൊണ്ട് സാത്താന്റെ മക്കളും ജീവിക്കുന്നതിനെ കുറിച്ച് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. സുവിശേഷ യുഗത്തിൽ ഉടനീളം ഇവ രണ്ടുപേരും ഒരുമിച്ച് തന്നെ നമുക്ക് കാണുവാൻ കഴിയും. ഈ ഉപമ പാപം ചെയ്യുന്ന അംഗങ്ങളെ തർജ്ജനം ചെയ്യുകയും തിരുത്തുകയും ചെയ്യണമെന്നുള്ള കൽപ്പനകൾക്ക് വിരോധമല്ല. ദോഷികളായ മനുഷ്യരെ സംബന്ധിച്ചുള്ള ശിക്ഷണ നടപടികൾ ഈ ലോകത്ത് ഭാഗികമായി ഫലപ്രദമാകുകയുള്ളൂ. ആത്യന്തികമായ വേർതിരിക്കൽ ദൈവവും ദൈവത്തിന്റെ ദൂതന്മാരുമാണ് ചെയ്യുന്നത്. ശിഷ്യന്മാർക്ക് യേശു കളയുടെ ഉപമ വിശദീകരിക്കുന്നുണ്ട്. വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ, വയൽ ലോകം, നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ, കള ദുഷ്ടന്റെ പുത്രന്മാർ, വിതച്ച ശത്രു പിശാച്, കൊയ്ത്ത് ലോകാവസാനം. ഇന്നത്തെ ദുഷ്ടലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ വിശ്വസ്തരായ ദൈവമക്കൾ സാത്താനെതിരെ ജാഗ്രതയുള്ളവരാകണം. കാരണം മകരമുള്ള പല പ്രലോഭനങ്ങളും ദൈവമക്കൾക്ക് ഈ ലോകത്തിൽ ഉണ്ടാകും. അത് മദ്യത്തിന്റെ രൂപത്തിലാകാം, മയക്കുമരുന്ന്, മറ്റ് ലഹരി വസ്തുക്കൾ എന്നിവയുടെ രൂപത്തിലാകാം, തെറ്റിലേക്ക് നമ്മെ നയിക്കുന്ന കൂട്ടുകാരുടെ രൂപത്തിലാകാം, മറ്റ് സോഷ്യൽ മീഡിയയിലൂടെ ആവാം. എന്തു തന്നെ ആയാലും ദൈവമക്കൾ അവയെ തിരിച്ചറിയുകയും അവയിൽ നിന്ന് അകന്നിരിക്കുകയും വേണം. ഇവിടെ യേശു ഉപമ വിശദീകരിക്കുന്ന ഭാഗത്ത് 40 മുതൽ 41 വാക്യങ്ങളിൽ യേശു പറയുന്നു, ലോകാവസാനത്തിൽ ദൂതന്മാർ വന്ന് ഈ ലോകത്തിലെ കൊയ്ത്ത് നടത്തി കൊയ്ത്തോളം വളർന്ന കളകളെ കൂട്ടി തീയിലിട്ട് ചുട്ടുകളയും. അന്നാളിൽ ദൈവരാജ്യത്തിന് ഇടർച്ച വരുത്തുന്ന സകലത്തെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും നിത്യമായ ന്യായവിധിയിലേക്ക് തള്ളിയിടും. അതിനുശേഷം നീതിമാന്മാരെ ശേഖരിച്ച് നിത്യമായ രക്ഷ നൽകും. ദുഷ്ടന്മാരുടെ സംഹാരത്തിന് ശേഷം നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്ത് സൂര്യനെ പോലെ പ്രകാശിക്കും. നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കളകളാകാതെ നല്ല ചെടികളായിരിക്കാനും ഫലം പുറപ്പെടുവിപ്പാനും കഴിയണം. എവിടെയായിരുന്നാലും പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്ന വചനത്തിൽ മുറുകെ പിടിച്ച് ദൈവമക്കളായി ക്രിസ്തുവിൽ വിശ്വസ്തരായി ജീവിക്കണം. യേശു കർത്താവ് നമ്മുടെ സഹായകനായി പരിശുദ്ധാത്മാവിനെ നൽകിയിട്ടുണ്ട്. സാത്താനെ തിരിച്ചറിഞ്ഞ് അവനിൽ നിന്നകന്ന് വിശുദ്ധിയുള്ള ജീവിതം നയിച്ച് കർത്താവിന്റെ 2ാം വരവിൽ അനേകം വിശുദ്ധന്മാരോട് ചേർന്ന് നിത്യരക്ഷയുടെ അവകാശികളായി തീരാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമേൻ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ,
ഞങ്ങൾക്ക് നൽകിയ എല്ലാ നന്മകൾക്കായും സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ ക്ഷമിക്കണമേ. യേശുവിന്റെ വിലയേറിയ രക്തത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. തിന്മ നിറഞ്ഞ ഈ ലോകത്ത് നന്മയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരും സാത്താനെ തിരിച്ചറിഞ്ഞ് അവനെ അകറ്റി കളകളാകാതെ നല്ല ചെടികളായി വളർന്ന് നല്ല ഫലം പുറപ്പെടുവിച്ച് ജീവിപ്പാനും ഒടുക്കത്തെ നാളിൽ നിത്യരക്ഷയുടെ അവകാശികളായി മാറുവാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. സകലവും യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ പ്രാർത്ഥന കേട്ടാൽ ഉത്തരമരുളുന്ന സ്വർഗസ്ഥ പിതാവേ, ആമേൻ.